മോണലോകം. പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും, പ്രേമപ്പാട്ടുകളും ഉണ്ടാവാൻ ഇടയിൽ എല്ലാവരും പാട്ട് കേൾക്കുക. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ലഹരി ഉപയോഗം തെറ്റാണെന്നുള്ളത്. അപ്പോൾ അത് തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ. പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ സാധനം ഞാൻ കള്ളുകുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ്. അപ്പം അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. തിരുത്തിക്കൊണ്ടൊരു സന്ദേശം നൽകാൻ സമൂഹത്തിന് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ. കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പൊതുസമൂഹമാണ്. കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കൊച്ചുമക്കളെ, ഞാൻ പുകവലിക്കും കള്ളുകുടിക്കും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കും. അതിൽ വേടന്റെ കേസിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തന്നെ പരസ്യമായിട്ടും ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് രണ്ട് നീതി വേടന്റെ പാട്ടുകൾ ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരിൽ മറ്റു പല കേസുകളും വെച്ച് നോക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലെ നടപടികളിൽ വേദന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേദനിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് പോകാം? അത്രേ ഉള്ളൂ. അതാണ് മോണലോകം. പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും, പ്രേമപ്പാട്ടുകളും ഉണ്ടാവാൻ ഇടയിൽ എല്ലാവരും പാട്ട് കേൾക്കുക. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ലഹരി ഉപയോഗം തെറ്റാണെന്നുള്ളത്. അപ്പോൾ അത് തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ. പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ സാധനം ഞാൻ കള്ളുകുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ്. അപ്പം അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. തിരുത്തിക്കൊണ്ടൊരു സന്ദേശം നൽകാൻ സമൂഹത്തിന് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ. കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പൊതുസമൂഹമാണ്. കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കൊച്ചുമക്കളെ, ഞാൻ പുകവലിക്കും കള്ളുകുടിക്കും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കും. അതിൽ വേടന്റെ കേസിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തന്നെ പരസ്യമായിട്ടും ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് രണ്ട് നീതി വേടന്റെ പാട്ടുകൾ ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരിൽ മറ്റു പല കേസുകളും വെച്ച് നോക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലെ നടപടികളിൽ വേദന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേദനിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് പോകാം? അത്രേ ഉള്ളൂ.